സൃഷ്ടിപ്രപഞ്ചത്തെ ഉരുവാക്കിയ സർവേശ്വരന് മുൻപിൽ സൃഷ്ടിജാലങ്ങളുടെ ഹൃദയംഗമമായ പ്രണാമം. പ്രപഞ്ച സൃഷ്ടാവേ, അങ്ങേക്ക് ശതകോടി പ്രണാമം. താങ്കൾ വിളിക്കുന്ന BSNL കസ്റ്റമർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക. അയ്യോ, ഇന്റർനെറ്റ് തീർന്നു പോയല്ലോ. പപ്പയും മമ്മിയാണേലും വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്റെ കർത്താവേ, ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പാടത്തും പറമ്പിലുമെല്ലാം ഓടിക്കളിക്കാൻ കൊതിയാവുന്നു. കർത്താവേ, എത്ര നാളായി ഈ കാര്യം പറഞ്ഞുകൊണ്ട് നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്ലീസ് കർത്താവേ, ഇന്നെങ്കിലും പ്രാർത്ഥന കേൾക്കണേ. ഹായ്, എന്റെ പ്രാർത്ഥന കേട്ട് യേശു വന്നല്ലോ. എനിക്ക് സന്തോഷമായി. എന്താ അമ്മു സങ്കടപ്പെട്ടിരിക്കുന്നത്? ഞാനിവിടെ എന്നും ഒറ്റയ്ക്കാണ്. പപ്പയും മമ്മിയും എല്ലാ ദിവസവും വളരെ വൈകിയേ വരൂ. വീട്ടിൽ വന്നാലും അവർക്ക് 100 കൂട്ടം ജോലികളാണ്. എന്നോട് മിണ്ടാൻ പോലും ആരുമില്ല. പിന്നെ ആകെയുള്ളൊരു കൂട്ട് ഈ മൊബൈലാണ്. അതിനെന്താ അമ്മു, അമ്മുവിന്റെ വിഷമം മാറ്റാനല്ലേ ഞങ്ങൾ വന്നത്. ഇതെന്റെ അപ്പനും അമ്മയുമാണ്. ഇവർ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും. നസറത്ത് എന്ന കൊച്ചു ഗ്രാമത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവരാണ് ഞങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ ഈ മകനെ അറിവിലും ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടപ്പെട്ടവനായി വളർത്തിയവരാണ് ഞങ്ങൾ. അതാണ് എല്ലാ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്തവും കടമയും. ഈശോ എത്ര ഭാഗ്യവാനാണ്. ഇത്രയും നല്ല മാതാപിതാക്കളെ കിട്ടിയില്ലേ. അമ്മു, കൂടുതൽ സമയം മൊബൈൽ ഫോണിൽ ചെലവഴിച്ച് കളയരുത്. നമ്മൾ കുട്ടികൾ പൂക്കളെയും പൂമ്പാറ്റകളെയും കുരുവികളെയും നക്ഷത്രങ്ങളെയും ഒക്കെ നോക്കിയാണ് പഠിക്കേണ്ടതും കളിക്കേണ്ടതും. അവർക്ക് നമ്മളെ എന്ത് ഇഷ്ടാണെന്നോ. അത് ശരിയാ. അവർ നിങ്ങളുടെ കുഞ്ഞു മനസ്സിനെ ഒരിക്കലും അശുദ്ധമാക്കില്ല. നിങ്ങളുടെ മനസ്സും ചിന്തകളും ആകാശത്തോളം ഉയരും. അമ്മുവിന് ബോറടിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? എന്നാൽ ബോറടി മാറ്റാൻ ഒരിടം വരെ പോയാലോ? എവിടേക്ക്? ഇവിടെ മഞ്ചേരിയിൽ ഞങ്ങൾക്കൊരു നസ്രത്തുണ്ട്. 1000-ലധികം കുട്ടികൾ അവിടെ പഠിക്കുന്നുമുണ്ട്. അവരെ അറിവിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യർക്കും സമൂഹത്തിനും ഇഷ്ടപ്പെട്ടവരായി വളർത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കുട്ടികളുടെ ബോറടി മാറ്റാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നസ്രത്തിലുണ്ട്. ഇന്ന് നസ്രത്തിന്റെ വാർഷികാഘോഷമാണ്. അവിടുത്തെ മിടുക്കരും മിടുക്കികളുമായിട്ടുള്ള കുട്ടികളുടെ വ്യത്യസ്തങ്ങളായ ഒരുപാട് കലാപരിപാടികളുണ്ട്. നമുക്ക് അവിടം വരെ ഒന്ന് പോയി വന്നാലോ? Good evening to one and all. This is Sridham Verma and Jovita Binoy of 9th B here to heartily welcome you to the wonderful evening of Paseo 2020. Kerala, a small area between the Eastern Highlands and the West Arabian Sea, is a mix of cultures and art. The cultural dimensions shaped by the Aboriginal tribes living in forest areas, fishermen living in coastal areas, peasants and communities. On this evening, we're trying to look back into our cultural arts, tradition
and its bread. We welcome you all to join us in this fabulous evening of happiness and celebration, featuring spectacular talents in the form of a non-stop cinematic entertainment. കേരളം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സാഹോദര്യത്തോടെ ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ഒന്നിച്ചു വാണരുളുന്ന കേരവൃക്ഷങ്ങളാൽ സമൃദ്ധമായ ദൈവത്തിൻ്റെ സ്വന്തം നാട് നമ്മുടെ കേരളം. മലയാളമയ്ക്കൊണ്ടൊരു താളം, മലയാളത്തിനുണ്ടൊരു രാഗം, മധുചുരിയുന്നൊരു സംസ്കാരം, മലരണിയും മൃദുമോഹങ്ങൾ, അക്ഷരമണിയും കാവ്യങ്ങൾ, അർത്ഥതലങ്ങടയോന്നത്യം, മാമ്പൂവൊഴിയും നടവഴിയിൽ, മാമ്പഴമുതിരും പൂന്തുടിയിൽ, നാലുകെട്ടിനകവഴിയിൽ അച്ഛനുണർത്തിയ മന്ത്രങ്ങൾ, വിഷുക്കണിപ്പവനുതിരും പുലരികൾ, നന്മ പെരുന്നാൾ പൊൻവിറകൾ, ക്രിസ്മസ് കരോളി നീളങ്ങൾ, ഹൃദയക്കടലിൻ ആഴങ്ങൾ, സമത്വസുന്ദര കേരളം, ഇത് സമന്വയത്തിൻ കേരളം, സാഹോദര്യ പൊന്തീരം, എന്റെ കേരളം, എന്റെ കേരളം, സ്നേഹ കേരളം. മലയിൽ നിന്നുമൊരക്ഷരം, ലാസ്യത്തിൽ നിന്നൊരക്ഷരം, യാമത്തിൽ നിന്നൊരക്ഷരം, ലയത്തിൽ നിന്നൊരക്ഷരം, അക്ഷരമലയാളം, അക്ഷരമലയാളം, കഥകളായി കണ്ണീർ തൂവും അക്ഷരമലയാളം, കവിതയായി മുത്തുപൊഴിയും അക്ഷരമലയാളം, ഗാനത്തിൽ പ്രണയമാകും അക്ഷരമലയാളം, കീർത്തനങ്ങളിൽ ഒഴുകും അമൃത സ്വരത്തിൽ ഭക്തിയാകും പദങ്ങളിലെ ശൃംഗാരലാവണ്യമാകും അക്ഷരമലയാളം, അക്ഷരമലയാളം. असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय. असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय. ओम शांति ओम शांति ओम शांति.
അമൃതം ഗമയ. ഓം ശാന്തി ഓം ശാന്തി ഓം ശാന്തി. സ്വാഗതം കേരളം, സ്വാഗതം കേരളം, സ്വാഗതം അരുളും നീവിധം. മധുരമഹിതമായ ജീവിതം ഇവിടെയെന്നും ഉത്സവങ്ങളായി വാഴണം നാം ഒരേ ജീവനായി. ഒരേ ജീവന. സ്വാഗതം കേരളം, സ്വാഗതം അരുളും നീവിധം. താളം പകരാനായി പുഴപാടും മലയോരം, താളം പകരാനായി പുഴപാടും മലയോരം, നീളം തുടരുന്നു കാവടിയാടും വനതീരം. പാദസരോന്മേളിത പാദം നടമാടുന്നു. തിരുവോണം പൂമഴക്കാലം മൺതരി പാടുന്ന ഭാരതപ്പുഴയോരം. തിരുവോണം പൂമഴക്കാലം മൺതരി പാടുന്ന ഭാരതപ്പുഴയോരം. സ്വാഗതം കേരളം, സ്വാഗതം അരുളും നീവിധം. വഞ്ചിപ്പാട്ടിരടിയുണരും കായൽ ചിറ്റോളങ്ങൾ, ഒരുമയിടും നവയുഗഗാനം ഒന്നായി പാടുന്നേ. പൊന്നിൻ കിരണങ്ങൾ പുൽകി പുലരും കണി കാണുന്നേ. കതിരണിയും കന്നി വെളിച്ചം കുടമുല്ലകളാവുന്നേ. തിരമാലകൾ ആടും നിറമാലയാ പറയുന്നിതാ വീണ്ടും നവഭാവുകം. നിറയുന്നു ഹൃദയാന്തരം വീണ്ടും പറയുന്നിതാ ഞങ്ങൾ സ്വാഗതം.
കേരളം കാടുകളും മലകളും തിങ്ങി നിൽക്കുന്ന വനപ്രദേശം, സസ്യശ്യാമള മലയോരങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ പരിമളം പരത്തുന്ന പ്രദേശങ്ങൾ, മനോഹരമായ കടൽ തീരങ്ങൾ, വിവിധങ്ങളായ കലാരൂപങ്ങൾ, ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, മത പൈതൃകങ്ങൾ എന്നിവയെല്ലാം കേരളത്തിൻ്റെ കേളിക്ക് പെരുമ കൂട്ടുന്നു. മലയാള ഭാഷയാൽ അനുഗ്രഹീതമായ ഈ മണ്ണിൽ കളരിപ്പയറ്റ്, കഥകളി, ആയുർവേദം, തെയ്യം തുടങ്ങിയവ കേരളത്തിൻ്റെ കലാ സാംസ്കാരിക മേഖലകളെ മികവുറ്റതാക്കുന്നു. വൈവിധ്യങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഭൂമിയിലൂടെ ഒരു യാത്ര പോകാം. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റോരാലസൽ ഗ്രാമഭംഗി പുളകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി പുലരോളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി എവിടെ തിരിഞ്ഞുന്നു നോക്കിയാലെന്തവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുരെ പൂമഴയായി പിന്നെ തളിരും മലരും തരുപ്പടർപ്പും തണലും തണുവണിപ്പുൽപ്പരപ്പും കളകളം പെയ്തു പെയ്തങ്ങുമിങ്ങും ഇളകിപ്പറക്കുന്ന പക്ഷികളും ന്റെ പാട്ടിലലിഞ്ഞൊഴുകും തടിനിയും താമര പൊയ്കകളും ഇവയെല്ലാം ആവറും ഗ്രാമരംഗം ഭുവനൈക സ്വർഗമായി തീർത്തിരുന്നു. വാദ്യഘോഷമുണരുകയായി അമൃതലയമായി പൊൻപിറയിൽ വാദ്യഘോഷമുണരുകയായി അമൃതലയമായി പൊൻപിറയിൽ ഞാറ്റുവേലയടയുകയായി കരളമയമായി മണ്ണിരകൾ പേരോടും പെരുമയാറാടും കളകളം പാടും കേരനാട് നീരോടും പുഴയിൽ നീരാടും കരളിൽ വേരോടും എൻ്റെ നാട് ആഭയിൽ ദീപ്തശോഭയിൽ മുങ്ങി നിവരുകയായി നിറപൊലിയിൽ പുതുമലയാള നാടിതുയരുകയായി ഒന്നുണരുകയായി പൊൻപ്രഭയിൽ വാദ്യഘോഷ സ്വരമഴയായി അമൃതലയമായി പൊൻപിറയിൽ പേരോടും പെരുമയാറാടും കളകളം പാടും കേരനാട് നീരോടും പുഴയിൽ നീരാടും കരളിൽ വേരോടും എൻ്റെ നാട്. മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത് മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത് പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം
നല്ലോണം നമ്മൾ കോണം മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത് മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത് പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം ലോകത്ത് സംഗീതത്തിന്റെ സ്വാധീനം വലുതാണ്, വളരെ വലുത്. ഗോത്രവർഗങ്ങളുടെയും ആദിവാസികളുടെയും സംസ്കാരങ്ങളിലും ആഘോഷങ്ങളിലുമാണ് സംഗീതത്തിന്റെ ആദ്യ രൂപത്തിന്റെ പിറവി. ദൈവപ്രീതിക്കും കാർഷിക സമൃദ്ധിക്കും വേണ്ടി സംഗീതം ഉപയോഗിച്ചു തുടങ്ങി. ആധുനിക കാലഘട്ടത്തിൽ സംഗീതത്തിൽ പല മാറ്റങ്ങളും വന്നു. പ്രകൃതി നിർമ്മിതമായി ഉണ്ടാക്കപ്പെട്ട ഉപകരണങ്ങൾ കൊണ്ടായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ സംഗീതം ആസ്വദിച്ചിരുന്നത്. ഇന്ന് തീർത്തും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായി മാറി. സിനിമയിലൂടെയാണ് ഇക്കാലത്തെ ഒട്ടുമിക്ക സംഗീതത്തിന്റെയും ആഗമനം. തനിമയാർന്ന സംഗീതവും കേവലം സംഗീത ഉപകരണങ്ങൾ മാത്രം ആശ്രിതമായ മ്യൂസിക് ഓറിയന്റഡ് ഗാനങ്ങളും സിനിമയിൽ നിന്ന് ഉണ്ടാകുന്നു. അല്പം മനോഹരമായ ഗാനങ്ങൾ കേട്ടാലോ? സംഘനൃത്ത കലാരൂപമാണ് തിരുവാതിരക്കളി. മതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായും അല്ലാതെയുമുള്ള ഈ നൃത്തം വനിതകളുടെ ചെറിയ സംഘങ്ങളായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ആദ്യകാലങ്ങളിൽ ഗ്രാമത്തിലെ സ്ത്രീകളെല്ലാം ഏതെങ്കിലും ഒരു തറവാട്ടു വീട്ടിൽ ഒത്തുകൂടിയാണ് തിരുവാതിര ആഘോഷിച്ചിരുന്നത്. അത് കസവുമുണ്ടെടുക്കുക, വാലിട്ട് കണ്ണെഴുതുക, തുളസി ചൂടുക, കൈകൊട്ടിക്കളി, ഊഞ്ഞാലാട്ടം എന്നിവയെല്ലാം ഈ ആഘോഷത്തിൻ്റെ ഭാഗമാണ്. നസ്രത്തിലെ നമ്മുടെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഡിസ്ട്രിക്ട് ലെവലിൽ തന്നെ ഫസ്റ്റ് കിട്ടിയ ആ മത്സരം ഒന്ന് കാണാം. മലർ ശർക്കരയും വച്ചു പാണികൾ കൂപ്പി സ്തുതിച്ചിടുന്നേ വിഘ്നങ്ങളെല്ലാം തീർത്തരുളേണം തളിയിൽ വാഴും ഗണപതിയേ കളവാണി സരസ്വതി കൈകൂപ്പി ഞങ്ങളിന്ന് കളിച്ചു തുടങ്ങിടുമ്പോൾ തുണയരുളേണം ഗുരുവരനുടെ കൃപ വരുവതിനായി ഞങ്ങൾ കഴലിണ വണങ്ങുന്നേ ഗുരുവരനേ കഴലിണ വണങ്ങുന്നേൻ ഗുരുവരനേ.
കണ്ടായോ വിജയ സഖേ കണ്ടാലും മുതൽ കണ്ടായോ വിജയ സഖേ കണ്ടാലും മുതൽ കഞ്ചനാഭന്റെ മന്ദിരം കഞ്ചനാഭന്റെ മന്ദിരം കുണ്ഠിത മകന്യാശോ കണ്ണീണ പീയൂഷാബുധി കുണ്ഠിത മകന്യാശോ കണ്ണീണ പീയൂഷാബുധി വൻതീരമാലകളിൽ നീന്തി കളി തുടങ്ങി പാൽക്കടൽ നടുവിലൊരത്ഭുത തരലോകം വൈകുണ്ഠ ഗ്യാമിത ധരിത വിധി പുരസുരലോകം ഭാസ്കര സമമണി നികരാലോകം ഭവ്യ ഭാർഗവിയുടെ കളിമന്ദിരമപശോകം സാന്ദ്രസുഖനി മഗ്ന സകല ജന സാന്ദ്ര കുതുക പ്രണമൃദു പവനം സാന്ദ്രസുഖനി മഗ്ന സകല ജന സാന്ദ്ര കുതുക പ്രണമൃദു പവനം കാന്ത ജലതിശയ മണിഭവനം കാന്ത കനകമണി ഹരിതവനം കാന്ത ജലതിശയ മണിഭവനം കാന്ത കനകമണി ഹരിതവനം കണ്ടായോ വിജയ സഖേ കണ്ടാലും മുതൽ കഞ്ചനാഭന്റെ മന്ദിരം ബാലദിവാകര സുപ്രഭ പൊന്മുടിയും മൂർധനി ലോലത തേടിന മകര കുഴലിണയും നാലു ഭുജങ്ങളുമഞ്ചിത ദളതലവും മണി മാലകളുരസി വെളുത്തൊരു ലാഞ്ചനവും അഞ്ജനാഭമൊരു തനു നിറവും മഞ്ജുളാഭീതാംബരവും അഞ്ജനാഭമൊരു തനു നിറവും മഞ്ജുളാഭീതാംബരവും കമല വിമലമണി പദയുഗളം വിമല സുഷമയോടു ധരിച്ചരുളും കമല വിമലമണി പദയുഗളം വിമല സുഷമയോടു ധരിച്ചരുളും കണ്ടായോ വിജയ സഖേ കണ്ടാലും മുതൽ കഞ്ചനാഭന്റെ മന്ദിരം ശൂലബാണ വൈരി പണ്ടോരാനയായി കാട്ടിൽ മാലിനിയ മലർമകൾ
താനുമൊത്തുകൂടി ഉന്നമോദം കളിക്കുമ്പോൾ ദുഷ്ടനായ ബാണൻ അഷ്ടമൂർത്തി തൻ്റെ മാറിൽ വിട്ടു നല്ലൊരസ്ത്രം പെട്ടെന്നതു മാറിൽ കൊണ്ടു ബാലസഖിയപ്പോൾ ഇഷ്ടനായ കാന്തസുധനോടു ചേർന്നു പുൽകി പെട്ടെന്നതു കേട്ട പോലും ഉണ്ണിയുമുണ്ടായി പത്തരമാറ്റുള്ള പൊന്നിൻ ഉത്തരവും നെയ്തു 10 കൈയും തുമ്പിക്കൈയും ചിത്തമുത്തരൂപം ചന്ദ്രചൂടൻ ഗണപതി എന്ന പേരും നൽകി പണ്ടു പരമേശൻ പാർവതി താനുമായി കൈലാസമാമല കണ്ടു കാട്ടിൽ ഒന്നിച്ചു ബാലകന്മാരുമായി ഓരോരോ ലീലകൾ കണ്ടു വസിക്കും കാലം അന്നൊരു വിദ്യാധരനുമായി നേരത്തു കദളിപ്പഴം കുല കാഴ്ച വെച്ചു കദളിപ്പഴം കണ്ടിട്ടുണ്ണികളെല്ലാരും തമ്മിൽ പറഞ്ഞു പിണങ്ങുന്നേരം കൈലാസം 3 വലം വച്ചു വന്നിട്ടു മുമ്പിലങ്ങെത്തുന്നവർക്കു പഴം എന്നതു കേട്ടുടൻ വേലായുധൻ വഴി മുമ്പിൽ നടക്കൊണ്ടോരിമ്പമോടെ മൂഷിക വാഹന നിഷ്ഠമടിയാതെ അച്ഛനെ ചെന്നു വലവും വച്ചു കദളിപ്പഴം ചെന്നെടുക്കുന്ന നേരത്തു കൂടെ പിടിച്ചതു വേലായുധൻ ലക്ഷ്മി ഭഗവതിക്കുന്നു പ്രകാശത്തിൽ വണങ്ങുന്ന കുറുനിര ഭജിക്കയെ തിരിച്ചു പോകാം വിഷ്ണുദേവൻ പ്രസാദിക്കും തൃഷ്ണയെല്ലാം അകന്നു പോയി വിഷ്ണു പരിപാലിച്ചങ്ങു ധരിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ പ്രസാദിക്കും ആയുരാരോഗ്യത്തിനായി കരുത്തരായി ശിരസിലതണിഞ്ഞുകൊണ്ട് പാർവതിയാം ദേവിയെ ഞാൻ കൈലാസത്തിൽ വണങ്ങുന്നു മുക്കുറ്റിപ്പൂ പറിക്കുവാൻ പോരുവിൻ നിങ്ങൾ മംഗളം മംഗളം കോസലേശ മംഗളം മംഗളം രാമചന്ദ്ര ശ്രീരാമചന്ദ്ര രഘുരാമചന്ദ്ര ജയമംഗളം നിത്യശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം മംഗളം മലബാറിലെ മാപ്പിള സംസ്കാരത്തിന്റെ ഭാഗമാണ് ഒപ്പന. വിവാഹത്തലേന്നാണ് ഒപ്പന അരങ്ങേറാറുള്ളത്. 15 പേർ ഉൾപ്പെടുന്ന സംഘമാണ് ഇത് അവതരിപ്പിക്കുന്നത്. സ്വർണ്ണാഭരണ വിഭൂഷിതയായി മധ്യത്തിലിരിക്കുന്ന വധുവിനു ചുറ്റും സഖിമാർ നൃത്തച്ചുവടുകൾ നിറഞ്ഞാടുന്നു. ജീവിതത്തിന്റെ ഭാഗമാകാൻ പോകുന്ന മണവാളന്റെ ഗുണഗണങ്ങൾ മണവാട്ടിക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന വിധത്തിലാണ് ഒപ്പനപ്പാട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. അറബി നാടോടി ഗാനങ്ങളുടെ താളം പിൻപറ്റി മലബാറിൽ ഉടലെടുത്ത മാപ്പിള ഗാനങ്ങളാണ് ഒപ്പനയിൽ ആലപിക്കുന്നത്. വിവിധ താളത്തിൽ പരസ്പരം കൈകൊട്ടി ലളിതമായ പദങ്ങളോടെയാണ് ഈ നൃത്തം അരങ്ങേറുന്നത്. പെരുമ പെറ്റ ബീവി ഖദീജത്തിന് അരുമ പൂങ്കനിയേ പേരുത്ത അജബ കൊരുത്ത ജന്നത്തിൽ വിരുത്തിടും തണിയേ പെരുമ പെറ്റ ബീവി ഖദീജത്തിന് അരുമ പൂങ്കനിയേ പേരുത്ത അജബ് കൊരുത്ത ജന്നത്തിൽ വിരുത്തിടും തനിയേ വീരുந்த മുത്തോളി മുല്ല മലരുത്ത് കോർത്തിടും കല്യാണോ വീടുന്ന താജിറ തമ്പിയ ചെയ്തും ചേർന്നൊരു കല്യാണോ വീരുந்த മുത്തോളി മുല്ല മലരുത്ത് കോർത്തിടും കല്യാണോ വീടുന്ന താജിറ അമ്പിയ ചെയ്തും ചേർന്നൊരു കല്യാണോ കല്യാണ സീറകൾ പാടി കൗതുക കഥകളും കൗസറിലോടി കാമിനി വനം കച്ചോടം പുന കൽഭകം വരവാ വന്ദിര പാടാൻ സ്വർഗമിൽ വന്ദിര പാടി ഹുറൈശികളന്ന് പാകിയ ഹുപ്പുട വിത്തുകളൊന്നാ പാവനത്തരുതൂതിലായി തിരു ശ്യാമതിൽ നിന്ന്
ചെറിയ പൊന്ന്. പൊന്നായ ബീവി ഖദീജ പാകിയ ഹുബിൻ പൊന്നായ ബീവി ഖദീജ പാകിയ ഹുബിൻ വിത്തുകളൊന്നാ. പൊങ്കിനാനെയ്തുള്ള ബീവി പൊങ്കിയേ തങ്ക രംഗിയേ മങ്ക രാഗമിൽ രംഗിയേ മങ്ക. മങ്ക മണിഹൂറുകളന്ന് മഹിമ പട്ടിൽ വന്നു ചമൈന്തു. മങ്ക മണിഹൂറുകളന്ന് മഹിമ പട്ടിൽ വന്നു ചമൈന്തു. മാളിക പുരയാസിയാബി സാറയും മുളവാ. മറിയമും സോഫായി കൂടിടും മറിയമും സോഫാ. സുഫിൽ മികന്തോരിൽ ഒപ്പം സുലൈഖയും സ്വാദീഖത്തായുള്ള പൂവി ഹജറയും. ഹാജർ ഹാജിറ താമകനൊത്ത് ഹാജർ താസിയ തൻ സൗജത്ത്. ഹാജറതായത മറിയമുദിത്ത് ദത്തായ പൂമകൻ ചെയ്തും ചിരി തല്ലോ. ഫുലൂലായ ബീവികളുണ്ടല്ലോ. ഉണ്ടവിടം സീനത്തൊളി പന്തൽ ഉത്തമ തൂണുകളാലൊരു പന്തൽ. സഹബാവുള്ളക പന്തൽ പന്തൽ ഗുണചന്തമിൽ ഹന്താപര തുന്നേ. പരിശിൽപകീട്ടതിൽ നൂറാറ്റല്ലെങ്കുന്നേ. ലങ്കിടും സഭ പൊങ്കിടും കഥ കേൾക്കലാണ്. ഇന്ന് ലാഭമേറെ ലഭിത്തതാ മണിമാരനാണ്. എന്നുടെ കുപ്പിലാണ് കുപ്പിലായി ധ്വനി ദില്ലിലായി നിലയേറ്റതാണ്. അന്ന് ഉത്തമിക്കിത് ഒത്തതാണ് സിന്നിലെന്ന് പലരും ചൊന്നതാണ്. ചൊന്നതിൽ വന്നുള്ള തെറ്റിൽ ഖിന്നരാണ്. റബ്ബിൻ ചേർപ്പു കണ്ടിട്ടാ മുഷിപ്പുകൾ തോറ്റതാണ്. എന്തൊരു മാറ്റതാണ് മാറ്റമേകാൻ ത്വാഹിറത്തൂതിത്തതാണ്. തന്റെ മാലിലും പുനഹലിലും സീനത്തതാണ്. റബ്ബിൻ ഖദറിലാണ്. ഖദറായ ബീവിയ മുത്തിന ധീരതയെറ്റിടുമെന്ന ഖൈറായ മാർഗത്തിൽ ചേർന്നുരുതിത്താനേ. ഖദറായെന്നോട്ടുമേ ഖൗലിലും ഫഅലിലും എല്ലൊരു പൂവി എത്തീര സത്യ സംഭവമുണ്ടാനേ. അതിലേറ്റം മുന്തിയതൊന്ന് കണ്ടു ഭയം പൂണ്ടെത്തിയതെന്ന് കൊണ്ടുപിടുത്ത് തിടുക്കിയ പൊന്ന്. പുന്നാരത്തോഹാവിൽ അന്നു ജബീരിൽ വഹിയതു നൽകി എത്തി പൂടി താരോ പനിയതു വന്നില്ലേ. ആയത്തിൽ മനമെത്തത ബറക ഉന്മേഷത്താൽ കരം കൂട്ടുപിടിത്താനേ. ആയിടും മനമേറെ ഭംഗിത തോപ്പതില്ലൂതിത്ത മങ്ക. നൂറകമേകിടുന്ന പൊങ്കമാരായുള്ള തങ്ക. തങ്കമേനയിൽ മാലകൾ പലതാണ് ജൗഹറിനാല് തീർത്ത്. പൂമാതിരി പണിതുള്ള മാലകൾ ദഹബിനാലെ. നാല് ചുറയും 40 പരമേറിയും വളകൾ ചമിന്താടിയൊരു ഹൂറി പോലതിലെങ്കിടും സ്വർഗത്തിരിന്നാ. ഇന്നിവൾ പാറുന്നു സ്വർണ ചിറകിലേറി സ്വർഗമെങ്കിൽ. അവൾ സാഹിത്യ വേദന മാറ്റിടും സൂറൂരിലാകെ. ആകയാ സൂറൂരിന്റെ ശരീരകി ഖദീജ ആഘോഷത്തിമർപ്പിലായി ഉണർന്നിടുന്നേ ഇന്നൈ അണിഞ്ഞിടുന്നേ. അലങ്കാര പദവിയിൽ പുതുനാരി ആതൃപ്പത്തിൽ ചിറകേറി ബഹറിലെ തുടിച്ചിടുന്നേ ഇന്നായി സുഖം കൊള്ളുന്നേ. പൂവാകെടുത്തു ഇത്തലമാകെ എന്നതെടുത്തു ഫലീലത്തും ഫസീലത്തും ജന്നത്തിൽ ഹസനത്തും ഉറവായേ തക്കനില യുഷത്തിടുന്നേ ബിവി യുഷിരകുന്നേ. അതിൽ ചുറ്റും വസിന്തോരും അടുത്തിടുന്നേ അക്കിൽ ഷുഹൂദാകുന്നേ. ബേബിക്കിന്റെ നേരം ആമോദത്തൽ തോൾകൾ പാടാം ഓതിടാം സുഫുഫായിട്ടാണിന്നുള്ള ബിവിമാരും.
സ്വലത്തും സ്വലിഹാത്തും ഓമന പൂമത്തിന് സന പാടുന്നേ മംഗളഗീതം കോർക്കുന്നേ കുസുമംഗ സുഗന്ധത്തിൽ അത്രഭാഗി ഊതും മമ്പൊരു വിത്തലമേകി ഫിർദൗസിൽ ഒരുങ്ങിടുന്നേ ദുആ തുടങ്ങിടുന്നേ ദുആയാകി മങ്കയിലേകി ദൂതര പൊന്തല ബീവിയിലേകി മർഹബ മംഗളരാവിതിലേകി മഞ്ജുളാങ്കി ബീവി ഭംഗിയിൽ വന്ദിടും ധ്വനിയായി കേട്ടിടും സുഖമായി സുഖമാകെ ലംഘിടുവോരിൽ മുല്ലമലർമണ ഗന്ധമിലേകി നല്ലൊരു രാവിന് പൂമണമേകി സുന്ദരാംഗി സ്വർഗമേഴിലും വന്തിരിപ്പായി അരയകം കാത്തിരിപ്പായി കാത്തിരിപ്പായി അരയകം കാത്തിരിപ്പായി അരയകം കാത്തിരിപ്പായി ദൂതരെ കാത്തിരിപ്പായി. കേരളത്തിലെ ക്രൈസ്തവ അനുഷ്ഠാന കലാരൂപങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു നൃത്തരൂപമാണല്ലോ മാർഗം കളി. AD 52 കേരളം സന്ദർശിച്ച തോമാശ്ലീഹായുടെ ചരിത്രമാണ് ഈ നൃത്തത്തിന്റെ ഇതിവൃത്തം. തോമാശ്ലീഹ കേരളത്തിൽ വന്നതിനെയും അദ്ദേഹം കാണിച്ച അത്ഭുത പ്രവർത്തികളെയും അദ്ദേഹം സ്ഥാപിച്ച പള്ളികളെയും കുരിശുകളെയും കുറിച്ച് വിവരിക്കുന്നതാണ് മാർഗം കളി. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവരുടെ സൗഹൃദം, അവർ അനുഭവിച്ച വിഷമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിനുപയോഗിക്കുന്ന ഗാനവിഭാഗത്തെ മാർഗം കളിപ്പാട്ട് എന്ന് പറയുന്നു. 12 പേരാണ് മാർഗം കളിയിൽ പങ്കെടുക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ. കത്തിച്ചു വെച്ച വിളക്കിനു ചുറ്റും നിന്ന് പാടിയാണ് മാർഗം കളി നടത്തുന്നത്. വിളക്ക് ക്രിസ്തുവിനെയും 12 പേർ ക്രിസ്തു ശിഷ്യന്മാരെയും സൂചിപ്പിക്കുന്നു. മേക്കണി ദ പീലിയൂ മായിൽ മേൽ തോന്നും മേനിയും തെയ്തേ പിടിത്തതണ്ടും കൈയും മേയും എന്നേക്കും വാഴ്കവേ തെയ്തേ വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ തെയ്തേ വഴി കൂറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം തെയ്തേ അഴിവു കാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ തെയ്തേ അഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുക മാർത്തോമൻ തെയ്തേ പാട്ടുടൻ പാണി പുടവ പവിഴമുത്തു മാലയും തെയ്തേ അലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാർത്തോമൻ തെയ്തേ അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്തരുൾക മാർത്തോമൻ തെയ്തേ അലങ്കരിച്ച പന്ത വന്നരുൾ തരെ താകർകുതി തത്താതിമൃതത്തെ അരുൾ ചെയ്താചാരമേ എങ്ങു നിന്നേന്നും ഒതിത്തെ അരെന്നു മതേതെന്നും മുതലേതേന്നും ഒതിത്തെ വിധമിത് നീയറിക അരജൻ ചോഴൻ ഒതിത്തെ വിധി വിഷയം പ്രതി അടിയാർ വന്നു ഒതിത്തെ കഴിവതിനൗവനമേ എന്നരുൾ ചെയ്യുക ഒതിത്തെ കരുതിയതീനോരുവ വഴിയെ പോവാൻ ഒതിത്തെ ഇവരിതു ചൊന്നതിനു ഉത്തരമൻപാൽ ഒതിത്തെ ഹിതം വരുമാറതു ചെയ്തിതു മാറാൻ ഒതിത്തെ ഇടമതിൽ നീ നരന നഴിക മുൻപേ ഒതിത്തെ ഇടമതിൽ നീ നോരു തച്ച താകർകുതിത്തെ എത്തിത്തെ തകതയത്തെ മരമൊടു കല്ലുകൾ കനകം വെള്ളി
മനമിയലും പടിച്ചെമ്പുമിരുമ്പും മറ്റും പല വക വേണ്ടും പണികൾ മഹിമയോടരിമകളെല്ലാം ചെയ്യും മനുവിവദിത്തം ഇത്തരമുത്തരമായുള്ള വചനം ഇച്ചവരും പടികരുതിയുറച്ച് തക്കിടകടതേതായക്കതൊങ്ങം തരികിടകടതേതായക്കതൊങ്ങം തക്കിടകടതേ തരികിടകടതേ തക്കിത്തൊങ്ങം തളാങ്കു തരികണത്വം ഇന്ദേ തകതത്തെ കരുകുതിത്തേതകതേതാം ഇമ്പമൊടരുപികൾ തിരുമനസാലെ ഇയൽ വഴി തീത്തയം ദത്താതികുതീത്തയം ദത്താതീതേകുതേ തിത്തേതാതിത്താതിമൃതത്തെ ഇന്ദേ തകതത്തെ കരുകുതിത്തേതകതേതാം വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുമ്പാകെ തക്കിടകടതേ തക്കിടകടതേ തക്കിടകടതകതി തകേതാ തകേതാ തകേതാതി തിക്കിടകടതേ തിക്കിടകടതേ തിക്കിടകിടതകതി തികിതാ തികിതാ തികിതാതി തക്കിടകിടതകതി തകതാതി തിക്കിടകിടതകതി തികിതാതി തക്കിടകിടതേ തിക്കിടകിടതേ തക്കിട്ടേതാ ഇന്ന താങ്കിടതേ ഇന്ന താങ്കിട തക്കിടകിടതകതി വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുമ്പാകെ വിധി പോലെ വാ തകർകുതിത്തത്താതിമൃതത്തെ എന്നിവയെല്ലാം കണ്ണുനിരാലെ തൊമയുണർത്തിച്ച നേരം തെതെ എങ്ങും വിളങ്ങുന്ന നായൻ മിശിഹ പെർത്തരുൾ ചെയ്യുവാൻ തുടങ്ങി തെതെ നീയൊരുവൻ താൻ എന്നൊരു ചിന്ത ഉള്ളിൽ നിനക്കഴൽ വേണ്ട തെതെ നിന്നോട് കൂടെ ഞാനുണ്ട് കൂട്ട് നീ പോകുന്നാടതിലെല്ലാം തെതെ മനുഷ്യരെല്ലാം ഹിന്ദുവിലെന്ന് പഴൽ നിനക്കഴൽ വേണ്ട തെതെ മനുഷ്യരെല്ലാ ജാതികളും പിന്നെ മത്സ്യയും ജന്തുക്കളല്ലോ ചെയ്തേ എന്നതിനാൽ ഇപ്പോൾ ഞാൻ ഇന്നു നിന്നെയും വിറ്റുവില വാങ്ങി എന്നാൽ ചെയ്തേ ഏഴുമൊഴികളേഴും തികപ്പനായി ചിട്ടുകൊടുക്കുന്നു വേറെ ചെയ്തേ ത്രിലോകനാഥൻ കാശെടുത്തമ്പാൽ തൊമാടെ പാക്കൽ കൊടുത്തു ചെയ്തേ തൃപ്തി വരുമ്പോലൻ പലരുൾ ചെയ്തു യാത്രാവിധി ചഴകാലേ ചെയ്തേ ഇഴലൊഴിഞ്ഞുടൻ കൊണ്ടുവരുവേൻ എന്നുര ചെയ്തു കർക്കുതേയ തിന്തക തിന്തത്തെ ഇവണ്ണം കെട്ടും കിഴയവാറെ ഇവരെ കൊണ്ടവണ്ണം വേണമെന്ന് തമ്പിയും താനുമായി വേണ്ടുവോളം കാര്യങ്ങളെ ചിന്തിക്കുന്നു തരമിപ്പോൾ നമ്മുടെ കാഴ്ചക്കാലം പെട്ടപ്പോൾ പെട്ടിട്ടില്ലാർക്കും മുൻപേ നടിനി ഞാൻ വാഴ്വാൻ യോഗ്യം പോരാ തമ്പി നീ വേണ്ടും പോൽ പരിപാലിക്കാം ആകാശെ കൊണ്ടങ്ങു ചെന്ന നേരം ചോഴന്റെ പേർക്കില്ലം കുറിയിൽ കണ്ടു അമ്പോടെ മൂന്നിന്നു ബിംബം പോലെ അവോളം തരമുണ്ടേ പേർത്തു ചൊൽവാൻ മതിപോരും രാജാക്കൾ വാഴും കോയിൽ എന്നെല്ലാം നന്നായി കണ്ടോരാത്മം തിത്തി തീത്തേ ആനന്ദം വരുമാറു മാലാകമാർ തിത്തേതാരാകാശേ നീ നിങ്ങു ലോകം ചേർന്നു ആചാര ജഡര മാടക്കും പോലെ തിത്തേതാരാകയാൽ കൂടി പൊതിയുന്നിപ്പോൾ അതും പോഴുതണ്ണന്റെ മുമ്പിൽ ചെന്നു തിത്തേതാര കുമ്പിട്ടു നിന്നവൻ കേട്ടും നീക്കി തീർത്തിച്ചു വഴി പോലറിയിച്ചാറെ തിത്തേതാര കൃത്യമിതെല്ലാവർക്കും വേണമെന്ന് ആ പെട്ടോരു മുനിവരൻ തന്നെ കണ്ട് തിത്തേതാര കുമ്പിട്ടു നിന്നവൻ കേട്ടും നീക്കി
മനഗുണമുടയവനരുളാൻ വാനവർ മഹിമയോടെ എത്തിയ നഞ്ഞുടനെ ഇതതിത്തിത്തെ മർത്തല നെറികെടുമതിനൊരു തേരതിൽ മംഗളമായവർ പുകീച്ച ഇതതിത്തിത്തെ കൈക്കൊണ്ടവർ ഒരു ഞൊടിയളവാൽ ചെന്നറിയിച്ചവർ ചിന്നമലയ്ക്ക് ഇതതിത്തിത്തെ കരുണയോടിതുവഴി ചൊൽവതിനഴകാൽ അങ്ങുമിങ്ങുമന പരിചയത്തിത്തെ നമ്മുടെ പലവർ കിന്നരമഴകാൽ നന്ദുളിം കൊൽ പലതരമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തിത്തെ അന്മോരും മക പലമൊഴി നന്നായി മലക്കുകൾ പുലമ്പീതെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തിത്തെ ഇടമ്പിൽ നിന്നു ഈരെടുത്താകാശേ ഉരവനിരിപ്പിടം പുകീച്ചെ വച്ചു തന്മിതു മക്കളും മണിതുന മരളു വഴിക്കു നടപ്പവരെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തിത്തെ വന്മിനൊഴിയെ പിരളും വഴിത്തറമുടി തേടി പുലരാമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തിത്തെ തിത്തത്തകതത്തികിതത്താം തികിതകതകതത്തികിതത്തം ഗതിത്തത്തം ഗതിന്തത്തം ഇന്തത്തത്താതിത്താതിമൃത്തേ